ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് മഴക്കാലമാണിപ്പോൾ. പനിയും മറ്റ് അസുഖങ്ങളൊക്കെ ഉള്ള സമയമാണിത്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞാനിന്ന് വന്നിട്ടുള്ളത് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ, ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. വളരെ ടേസ്റ്റിയാണ്. കടയിൽ നിന്നും വാങ്ങിയൊന്നും വേണ്ട. നമ്മളെ കുട്ടികൾക്കും വീട്ടുകാർക്കൊക്കെ എല്ലാവർക്കും നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് 5 കപ്പ് മൈദ മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം 1 കിലോയോളം വരും. നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടുന്നത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പോളം പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 10-12 ഏലക്ക കൂടെ ഇട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരണം. ഇത് ചെറിയ ജാറാണ്. ഒരു മിക്സിയുടെ വലിയ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് 5 കോഴിമുട്ടയാണ്. ഏകദേശം 1 കിലോ മാവിന് 5 മുട്ട ഏകദേശം വേണ്ടി വരും. മുട്ടയുടെ വലിപ്പം ചെറുപ്പം അനുസരിച്ച് മാവിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും. അത് നമുക്ക് അത് കൂടെ അടിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ മാവ് നേരത്തെ മാറ്റി വെച്ച മാവിൽ നിന്ന് കുറച്ച് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് ആവശ്യത്തിന് പിന്നെ ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1/2 ടീസ്പൂണോളം ഉപ്പുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം റവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വറുത്ത റവയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അടിച്ചെടുത്ത മുട്ടയും പഞ്ചസാരയൊക്കെ അടിച്ചുകൊണ്ട് വന്ന ആ മിക്സ് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ അളവനുസരിച്ച് വലിപ്പം അനുസരിച്ച് മാവിൻ്റെ അളവ് വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആദ്യമേ മാറ്റി വെച്ചത്. നമുക്ക് ആവശ്യമെങ്കിൽ പിന്നെ ചേർക്കാവുന്നതാണ്. 5 കപ്പ് മാവിന്, അതായത് 250 ml കപ്പിന് 5 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിത് യോജിപ്പിച്ചിട്ട് നമുക്കിനി കൈ കൊണ്ട് തന്നെ നന്നായിട്ടിത് മിക്സ് ചെയ്ത് എടുക്കണം. അവസാനം നമുക്ക് ഇത് ചപ്പാത്തി മാവിൻ്റെ അതേ പരുവത്തിൽ വേണം കിട്ടാനുള്ളത്. ഇപ്പം തന്നെ നമ്മൾ മൊത്തം യോജിപ്പിച്ചപ്പോഴത്തേക്ക് ഒരു ഒട്ടുന്ന പരുവത്തിൽ വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ചുകൂടി മാവ് ചേർത്ത് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു 1/2 കപ്പോളം മാവ് കൂടെ ആവശ്യമായി വന്നിട്ടുണ്ട്. 1/2 കപ്പ് ബാക്കി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ നെയ്യൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് കിട്ടിയിട്ടുണ്ട്, കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്കിത് അടച്ച് വെച്ച് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം ഇതാ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കൗണ്ടർ ടോപ്പിലോ മറ്റോ ഇതിലോ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൽ കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് നമുക്കിത് റോള് ചെയ്തെടുക്കണം. കുറേശ്ശെയായിട്ട് എടുക്കുന്നതിന് ഒന്നിച്ച് പാടാണ്. അതിനെക്കാട്ടി കുറേശ്ശെ ഇതേപോലെ എടുത്ത് നമുക്കിത് റോള് ചെയ്തെടുക്കാം. ഇത് ഞാൻ 2 ഭാഗമാക്കി മാറ്റിയിട്ട് വീണ്ടും റോള് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് തന്നെ അല്പം ഒന്ന് അമർത്തി കൊടുക്കുക. ഏകദേശം ഒരു 1 ഇഞ്ചിനോളം കനം വരുന്നുണ്ട്. 3/4 ഇഞ്ച് വരുമെന്ന് തോന്നുന്നു. ഇതേപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിത് 4ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഫുള്ള് താഴോട്ട് പോകരുത്, മുറിഞ്ഞു പോവും. കൂടുതൽ താഴ്ന്നു പോകരുത്. ഇതേപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുക.
താന്നു പോയാൽ അത് മുറിഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക. ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട്, അതുകൂടെ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരുന്ന് ഒരാഴ്ച കൂടുതലൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പുറത്തുനിന്നൊന്നും നമ്മളെ മക്കൾക്കൊക്കെ ഒന്നും വാങ്ങിക്കൊടുക്കണ്ട. ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഇതേപോലെ സ്ക്വയർ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കണം. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. സൺഫ്ലവർ ഓയിലോ ഒക്കെ എടുക്കാവുന്നതാണ്. ഞാനിത് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് ഓരോന്ന് മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, അപ്പോൾ ഉള്ളു വേവത്തില്ല, പുറമേ കരിഞ്ഞും പോവും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെച്ച് വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ, പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെട്ട് കേക്കാണിത്. എന്താ ഇത് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. പുറത്തുനിന്നൊന്നും വാങ്ങിക്കാതെ തന്നെ കണ്ടില്ലേ, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനും പറ്റും. ഒരാഴ്ചത്തേക്ക് കൂടുതലുള്ള കടി നമുക്ക് ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ വൈകിട്ട് ചായക്കടിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്ക് ബാക്കിയിരിക്കുന്നതും കൂടെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ ഒട്ടും ഇടരുത്. അതേപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തി നമുക്ക് കുറിച്ച് നോക്കാം. കണ്ടില്ലേ, അകത്തൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെട്ട് കേക്ക്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.